ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സിറിയയിൽ അലപ്പോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിമത തീവ്രവാദികൾ എത്തിയും ആ നഗരം ഏതാണ്ട് കീഴടക്കുകയും ചെയ്തു. അവിടെ നിന്ന് അടുത്ത നഗരമായ ഹമായിലേക്ക് നീങ്ങുന്നുണ്ട്. അവിടെയും വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു. റഷ്യയുടെ സഹായത്തോടെ സിറിയൻ സേന അവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സിറിയയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് എ സുന്നി ഷിയ പ്രോബ്ലം. അപ്പോൾ ഈയിടെ വരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാറ്റ് ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ് എന്നാണ്. ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഇപ്പോൾ അടുത്ത ചാപ്റ്റർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ചാപ്റ്ററിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ആദ്യം തന്നെ അതായത് 5 ലക്ഷം പേര് മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, 10 ലക്ഷം പേര് ഇഞ്ചറി പറ്റി, 6.8 മില്യൺ 68 ലക്ഷം പേര് അഭയാർത്ഥികളായിട്ട് പോയി. ഇതാണ് ആദ്യം സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഞാനിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞുതരാം. 1970 ഇപ്പോഴത്തെ ആസാദിൻ്റെ അച്ഛൻ ആസാദ്, ഹാഫിസ് അൽ ആസാദ് അധികാരത്തിൽ വന്ന് സിറിയയിൽ അദ്ദേഹം 2000 വരെ ഭരിച്ചു അവിടെ. അതിനിടയ്ക്ക് കുറേ കാലം ബാഷർ അൽ ആസാദിന് ഇതിൽ യാതൊരു താല്പര്യമില്ലായിരുന്നു, രാഷ്ട്രീയത്തിലേ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം പഠിച്ചു നടക്കായിരുന്നു, ഒരു ഡോക്ടറായി, ഐ സ്പെഷ്യലിസ്റ്റായി, ഒഫ്താൽമോളജിസ്റ്റായി, പിന്നീട് ഇംഗ്ലണ്ടിൽ പോയി അവിടെയും പഠിച്ചു. അതിന് ശേഷം അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ഈ ബാഷറിൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ബാസിൽ എന്നായിരുന്നു പേര്. അദ്ദേഹം ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മോൻ ഇങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞു. അങ്ങനെ ബാഷർ വീണ്ടും അവിടെ തിരിച്ചു ചെന്നു, രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ജനങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലൊക്കെ നടന്ന ആളാണ്, ജനാധിപത്യം കണ്ടിട്ടുണ്ട്, സ്വാതന്ത്ര്യം കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആസ്മ ഇംഗ്ലണ്ടിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ്, സിറിയൻ ഒറിജിനുള്ള ആളാണ്. അപ്പോൾ അവരും കൂടി വരുമ്പോൾ ഇവിടെ ജനാധിപത്യമൊക്കെ പൂത്തൊലിയും ചിലപ്പോൾ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. 2011 വരെ അങ്ങനെ അങ്ങോട്ട് പോയി. 2011 ഈ മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ അറബ് സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടത്, അത് ആരംഭിച്ചു. അപ്പോൾ അതിൽ പല ഭരണകർത്താക്കളും പതിറ്റാണ്ടുകളായിട്ട് ഭരിച്ചിരുന്ന കടാപ്പുഴയ്ക്ക് താഴെ വീണു. അതിൽ ബെൻ അലി ഉണ്ട് ടുണീഷ്യയിൽ, അതേപോലെ ഹോസ്നി മുബാറക്ക് ഈജിപ്തിൽ, അബ്ദുള്ള അലി സാലെ എന്ന് പറഞ്ഞിട്ട് യമനിലെ ആൾ, ഇവരൊക്കെ പോയി. അവരൊക്കെ പലരും 30 വർഷമൊക്കെ ഭരിച്ചാണ്. എന്തിനു പറയുന്നത് 42 വർഷം അടുപ്പിച്ച് ഭരിച്ച ഗദ്ദാഫി പോലും തെറിച്ചുപോയി. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചു ഇനി ഇപ്പോൾ ഈ ബാഷർ അൽ ആസാദിന് അധികം സമയമില്ല എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. ഇദ്ദേഹം എപ്പോൾ വീഴും എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. മാത്രമല്ല അമേരിക്കയ്ക്ക് ഈ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. ലിബിയയിൽ അവരൊരു നോ ഫ്ലൈ സോൺ അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു. അതേപോലെ ഒരു നോ ഫ്ലൈ സോൺ ഇവിടെയും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ എളുപ്പമാകും എന്നൊരു തീരുമാനത്തിലൊക്കെ എത്തി അമേരിക്ക നിൽക്കുമ്പോഴാണ് അവിടെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടനയാണ് ഇപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്. ഇഡ്ലിബ്, ഹമ, ലട്ടാക്കിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവരുണ്ട്. അലപ്പോയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തൊട്ട് പണ്ട് തൊട്ടേ ഇവരുടെ തന്നെ മറ്റൊരു പേരിൽ അൽ നുസ്ര എന്നുള്ള പേരിൽ അവർ അറിയപ്പെട്ടിരുന്നു. അന്ന് അവർ ബാഷർ അൽ ആസാദിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് അമേരിക്കൻ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിക്കാനൊക്കെ പോയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ അൽ നുസ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഖൈദയുടെ സിറിയൻ ബ്രാഞ്ചാണ്. മാത്രമല്ല അവർ ലക്ഷ്യമിടുന്നത് ഈ ജനാധിപത്യമൊന്നുമല്ല, അവരുടെ ആൾക്കാർ മാത്രം മതി. അതായത് 10% ക്രിസ്ത്യൻസ് ഉണ്ട്, 15% അല്ലവൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോളോവേഴ്സ് ഓഫ് അലി ഓർ ഇമാം അലി എന്ന് പറഞ്ഞാൽ ഷിയ. ഈ ഷിയയും വേണ്ട ക്രിസ്ത്യനും വേണ്ട എന്നുള്ള നയത്തിലാണ് ഈ അൽ നുസ്ര ഫൈറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതോടുകൂടി അമേരിക്കൻ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിക്കലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ട് അവരിതിൽ ഇടപെടാൻ മടിച്ചു നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ബാഷർ അൽ ആസാദ് കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോൾ ആണെങ്കിലും താഴെ വീഴാം എന്നുള്ള കണ്ടീഷനാണ്. പക്ഷേ അപ്പോൾ നമ്മുടെ ആയത്തുള്ള ഇറാനിൽ, അതേപോലെ നാസറുള്ളയുടെ ഹെസ്ബുള്ള, ഇവരെല്ലാവരും അവരുടെ ആർമീനെ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ വിട്ടിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ റഷ്യ എയർഫോഴ്സും വിട്ടുകൊടുത്തു. അപ്പോൾ ഭയങ്കരനൊരു ആർമി ഫൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ മോളിൽ നിന്ന് എയർഫോഴ്സും ഉണ്ടായി. അതോടുകൂടി ബാഷറിന് അവിടെ കംപ്ലീറ്റ് കൺട്രോൾ എന്നുള്ള ഒരു നിലയിലേക്ക് വന്നു. ഇപ്പോൾ ഇറാനും ഹിസ്ബുള്ളയൊക്കെ അല്പം വീക്കായ തക്കം ഉപയോഗിച്ചിട്ടാണ് ഈ അൽ നുസ്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ അൽ ഖൈദ എന്ന് പറയുന്ന സംഘടന, ഇപ്പോൾ അറിയപ്പെടുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറഞ്ഞിട്ടാണ്, അവർ ഈ തക്കം ഉപയോഗിച്ചിട്ടാണ് അലപ്പോയിൽ ഇപ്പോൾ ആക്രമണം നടത്തി. അലപ്പോയിൽ ആക്രമണം നടത്തി അങ്ങനെ അവിടെ റോഡുകളൊക്കെ ഉപരോധം ഏർപ്പെടുത്തി, പോലീസ് സ്റ്റേഷൻ അടച്ചു, അവിടെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെല്ലാം അടച്ചു, എയർപോർട്ട് അടച്ചു. അവർ വളരെ എളുപ്പത്തിൽ തന്നെ ഈ പറയുന്ന അലപ്പോ ഏകദേശം അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ കയറാനുള്ളത് അവർ ചെറിയ തോതിൽ പ്രസൻസ് ഉള്ള ചില നഗരങ്ങളുണ്ട്, ഇഡ്ലിബ്, ഹമ, ലത്താക്കിയ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഹമ ഏകദേശം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ എയർഫോഴ്സ് പോയിട്ട് അവിടെയൊക്കെ ബോംബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റഷ്യൻ എയർഫോഴ്സിൻ്റെ ബോംബിങ്ങിനെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അതാണ് മുമ്പും ബഷർ അൽ അസാദ് ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കൈകാര്യം ചെയ്യുന്ന രീതിയും നമ്മുടെ സാധാരണ കൺവെൻഷണൽ രീതിയല്ല. ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. ഈ അച്ഛൻ ഹാഫിസ് അൽ അസാദ് ഭരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അദ്ദേഹം 2 ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയി. അവിടെ കുറച്ച് റിബൽസൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു പ്രാവശ്യം അങ്ങനെ നടക്കുമ്പോൾ എവിടെ നിന്നൊരു ഫയറിങ് വന്നു. അദ്ദേഹം കാര്യമായിട്ടൊന്നും റിയാക്ട് ചെയ്തില്ല, വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഈ സിറിയൻ പട്ടാളം അവരുടെ തോക്കും കൊണ്ടല്ല വന്നത്, ടാങ്ക് വ്യൂഹം ഈ വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്ന പോലെ അവിടെ വന്ന് ഈ 2 ഗ്രാമങ്ങൾ വളഞ്ഞിട്ട് രാത്രി മുഴുവനും താണ്ഡവ നൃത്തം എന്ന് പറയുന്ന പോലെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ 2 ഗ്രാമങ്ങളും ഇല്ല. അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ധാന്യങ്ങൾ നട്ടു സകലതും നശിപ്പിച്ച് ചാരം മാത്രമാക്കി. 2 ചാരക്കൂമ്പാരമായി 2 പറയുന്ന ഗ്രാമങ്ങൾ. അതേപോലെ മകൻ്റെ രീതി വിചിത്രമാണ്. എവിടെയെങ്കിലും ഗ്രാമത്തിലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഷർ അൽ അസാദ് അവിടെ ഇൻ്റലിജൻസ് ഏജൻസീസിനൊന്നും അറിയിക്കുകയില്ല, അവർ അന്വേഷിക്കാനും പോകില്ല. അദ്ദേഹത്തിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ പ്രശ്നം അവിടേക്ക് ഫൈറ്റർ ജെറ്റ്സ് അയക്കുക. ഈ സ്കൂളും ഹോസ്പിറ്റലും എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക, അവിടെ ബോംബ് ഇട്ടേക്കുക. അവിടെ ബോംബിട്ട് കഴിഞ്ഞിട്ട് ഈ പ്ലെയിൻസ് എവിടേക്കെങ്കിലും കുറച്ച് നേരം അരമണിക്കൂർ മാറി നടക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ പ്ലെയിൻ വീണ്ടും വരും. അതേ സ്ഥലത്ത് ബാരൽ ബോംബ്സ് ഇടും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും യുവാക്കളും ആരോഗ്യമുള്ള പുരുഷന്മാരൊക്കെ അവിടെ ഉണ്ടാവും. രക്ഷാപ്രവർത്തനം കംപ്ലീറ്റ് അടിഞ്ഞു പോകും. അപ്പോൾ ഇവർ പെരുമാറി കഴിയുമ്പോൾ ആ ഒരു ഗ്രാമത്തിൽ അരമണിക്കൂർ പെരുമാറി കഴിയുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അത് കേവലം വിധവകളുടെ ഒരു ഗ്രാമമായിട്ട് മാറും. അതാണ് അവരുടെ ആക്രമണ രീതി. അല്ലാതെ ഇസ്രായേൽ പോയി നേരത്തെ ലഘുലേഖകൾ വിതറി ഞങ്ങൾ ആക്രമിക്കും മാറിക്കോ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അവരുടെ രീതി. ഒന്നുമില്ല. അവിടുത്തെ ആ പുരുഷന്മാരുള്ളതെല്ലാം തീർന്നു പോകും. അതാണ് അവരുടെ രീതി. അപ്പോൾ ആ രീതിയിലാണ് ബഷർ അൽ അസാദ് ഇതിനെ തിരിച്ചടിക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരും കുറേ ശക്തിയൊക്കെ പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ബഷർ അൽ അസാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനും ഹിസ്ബുള്ളയ്ക്കൊക്കെ അല്പം വീക്ക്നെസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇത്തിരി മടിച്ചു നിൽക്കുന്നവർ. ഏതായാലും ഈ പറയുന്ന അലപ്പോ ഇപ്പോൾ ഓൾറെഡി നിയന്ത്രണത്തിൽ ആയിക്കഴിഞ്ഞു. ആരുടെ? ഹയാത്ത് തഹ്രീർ അൽ ഷാം. അവർ അത് കഴിഞ്ഞിട്ട് ഹമായിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ചെറിയ പ്രസൻസ് ഉള്ള സ്ഥലങ്ങൾ സിറ്റീസാണ് ഇഡ്ലിബ്, ലട്ടാക്കിയ എന്നൊക്കെ പറയുന്നത്. അവിടേക്കും പ്രവേശിക്കാനും അവിടെ പിടിച്ചടക്കാനൊക്കെയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആകെ ബഷർ അൽ അസാദിന് ഒരു സമാധാനം ഉള്ളത് റഷ്യയുടെ ഫൈറ്റർ ജെറ്റ്സ് അവിടെ വന്ന് പെരുമാറിക്കൊണ്ടിരിപ്പുണ്ട്. അതിനെ ആശ്രയിച്ചിരിക്കും ഈ പറയുന്ന ബഷർ അൽ അസാദിൻ്റെ ഭാവി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇറാൻ്റെ അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഒക്കെ ശക്തി നശിച്ചതോടുകൂടി ഒരു വിധത്തിലുള്ള സപ്പോർട്ടും സിറിയയിൽ ഔദ്യോഗിക ഭരണകൂടത്തിന് ലഭിക്കുന്നില്ല, അല്ലേ? ആ ഒരു സമയം കൃത്യമായിട്ട് മുതലെടുത്തിട്ടാണ് ഈ വിമതർ അവിടെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിമതർക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുണ്ടാവില്ലേ? ഒരു പക്ഷേ ഇസ്രായേലോ അമേരിക്കയോ അങ്ങനെയൊക്കെയുള്ള ഒരു പരോക്ഷ പിന്തുണയെങ്കിലും നൽകില്ലേ? അല്ല, വിമതരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുർക്കി കുറച്ച് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇതൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന പേരിൽ പറയപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് അൽ ഖൈദയുടെ ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്നു. പിന്നെ IS-ന്റെ ആൾക്കാരെന്നുള്ള രീതിയിൽ IS ആയിരുന്നു പിന്നെ കൺട്രോൾ ചെയ്തിരുന്നത്. അതേപോലെ സൗദി അറേബ്യയുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷേ രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സൗദി അറേബ്യയൊക്കെ പതുക്കെ പിന്മാറിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും ശക്തി പ്രാപിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഈ സൗദി അറേബ്യയും അവരോടൊപ്പമുള്ള രാജ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഈ പറയുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്, ഇപ്പോൾ ബഷറിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആൾ. പക്ഷേ എന്തെങ്കിലും ഇവർ കാണിച്ച ശക്തി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഡെഫിനറ്റ്ലി ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇറാനും സൗദി അറേബ്യയും നേരിട്ട് അവർ ശത്രുക്കൾ തന്നെയാണ്. സാധാരണ അവർ ഫൈറ്റ് ചെയ്യുന്ന ഓരോ പ്രോക്സിനെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യക്കെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇറാൻ ഉപയോഗിക്കുന്നത് യമനിലെ ഹൂത്തികളെയാണ്. അപ്പോൾ ഹൂത്തികൾ ആക്രമിച്ചോളും ഇറാനൊന്നും അറിയണ്ട സൗദി അറേബ്യനെ. അപ്പോൾ സൗദി അറേബ്യ ചെയ്യുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഈ സിറിയയിലുള്ള ഡിസിഡൻസിനെ അല്ലെങ്കിൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നിലവിൽ ഈ സൗദി അറേബ്യയുടെ ഷിപ്പുകളെ അതുപോലെ അവിടുത്തെ ഓയിൽ പാടങ്ങളിലൊക്കെ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. അപ്പോൾ ആ ആക്രമണമൊക്കെ നടത്തിക്കൊണ്ട് സൗദി അറേബ്യക്ക് അതിനകത്ത് വലിയൊരു
ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഈ സിറിയയെ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന രാജ്യം റഷ്യയാണ്. ഇപ്പോൾ റഷ്യ ഉക്രൈനും തമ്മിലൊരു യുദ്ധം നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും റഷ്യ അതിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ റഷ്യ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ അയച്ചിട്ട് ഈ സിറിയയിലെ പ്രശ്നം, അതായത് ഓരോ നഗരങ്ങളും ഇവർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഇനിയും കൂടുതൽ നഗരങ്ങളോ ഗ്രാമങ്ങളോ കീഴടക്കാതിരിക്കാൻ വേണ്ടി റഷ്യ സഹായവുമായി എത്തി എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു. റഷ്യ സഹായമായിട്ട് എത്തി, റഷ്യ ആക്രമിച്ചു. അത് മാത്രമല്ല, ചിലർ പറയണത് ഈ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ സംഘടനയുടെ, ഇപ്പോൾ ബാഷറിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സംഘടനയുടെ ഒരു നേതാവുണ്ട്, അൽ ജുമയ്യ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ റഷ്യയും ഈ സിറിയയായിട്ട് ഇവർ തമ്മിൽ ബാഷർ അൽ അസാദിൻ്റെ അച്ഛൻ ഹാഫിസ് അൽ അസാദ് ഉള്ള കാലം തൊട്ട് റഷ്യയുമായിട്ട് വളരെ നല്ല അടുപ്പാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്നത് അവർ കുറച്ചൊക്കെ പണി ചെയ്യാതിരിക്കില്ല, അവർ ചെയ്യും, എന്തായാലും കുറേയൊക്കെ ചെയ്യും. പക്ഷേ എന്തുമാത്രം ഇങ്ങനെ മോളിൽ നിന്ന് ബോംബിട്ടിട്ട് മാത്രം പിടിച്ചു വെക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല, ഈ സിറിയയിൽ 75% സുന്നികളാണ്. ദേ ആർ അഗൻസ്റ്റ് ബാഷർ അൽ അസാദ്. അതേസമയം ബാഷർ അൽ അസാദിന് സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ ആ രാജ്യത്തെ ഷിയകൾ അല്ലെങ്കിൽ അല്ലവൈറ്റ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഓഫ് അലി എന്ന് പറയുന്ന ആൾക്കാർ 15% മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക്കൽ പോപ്പുലേഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബാഷർ അൽ അസാദിന് ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. പക്ഷേ ഈ മറ്റുള്ള ആൾക്കാരൊക്കെ സഹായിക്കാനുള്ള, ചിലപ്പോൾ ഹിസ്ബുള്ളയൊക്കെ കുറേ അടികൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ഹിസ്ബുള്ള വരാത്തത്. അതേപോലെ ഇറാനിലെ ആൾക്കാരാണെങ്കിലും അവർക്കും ഇപ്പോൾ പണ്ടത്തെ അത്രയും ഉത്സാഹമില്ല. ചാൻസ് കിട്ടി അവരൊക്കെ ചെറിയ തോതിൽ സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രം. അപ്പോൾ ഇറാൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഷിയ തീവ്രവാദം വളർത്തുക എന്നുള്ളത്. അപ്പോൾ ആ സിറിയയിലുള്ള ആ അറ്റംപ്റ്റ് ഏതാണ്ട് പരാജയപ്പെട്ടു അല്ലേ? ശരിക്കും സുന്നികൾ കയറി ശക്തി ആർജിക്കുകയാണല്ലോ. ഇനി എത്രത്തോളം ഷിയയ്ക്ക് മുന്നേറാൻ പറ്റും? ശക്തി ആർജിക്കാൻ തുടങ്ങുകയാണെന്ന് വേണം കരുതാനായിട്ട്. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ അലപ്പോ പിടിച്ചെടുത്തു, ഹമായിലേക്ക് കയറി, പിന്നെ ലഡാക്കി ലിബൊക്കെ അവരുടെ കുറേ പ്രസൻസ് ഉണ്ട്, അവർ അവിടെയും മുന്നേറാനുള്ള ശ്രമത്തിലാണ്. ഇനിയിപ്പോൾ എന്താ വരുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അതായത് ലോകത്ത് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഈ സുന്നി ഷിയ വിഭാഗങ്ങളുടെ ഏറ്റുമുട്ടൽ അത് തന്നെയാണ് സിറിയയിൽ നടക്കുന്നത്. ബേസിക്കലി അതാണ് സുന്നി ഷിയ പ്രോബ്ലമാണ്. പക്ഷേ 5 ലക്ഷം പേര് മരിച്ചു, 10 ലക്ഷം പേർക്ക് ഇഞ്ചറി പറ്റി, 68 ലക്ഷം പേര് ഈ റെഫ്യൂജീസായിട്ട് പോയി. ഇനിയിപ്പോൾ റെഫ്യൂജീസായിട്ട് ചെന്ന് കഴിഞ്ഞാൽ യൂറോപ്പിൽ ഒരു ആരെയും സ്വീകരിക്കില്ല. കാരണം ഇതിന് മുമ്പ് വന്നവരവിടെ വന്നിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ മനസ്സിലായതുകൊണ്ട് ഇനി സ്വീകരിക്കില്ല. അതാണ് മറ്റൊരു ട്രാജഡി. എന്തായാലും തുടർ നടപടി എന്താണെന്നൊക്കെ കാത്തിരുന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.